2K കിഡ്സും 90s കിഡ്സും തമ്മിൽ തർക്കം ഉണ്ടാവുന്നത് പോലെ സൈബർ പോരാളികളും സൈബറിടം ഇല്ലാത്ത കാലത്ത് പോരാട്ടം തുടങ്ങിയവരും തമ്മിൽ ചെറിയൊരു ഒരസലുണ്ടായി. സൈബർ സ്പേസ് ഒന്നും ഇല്ലാതെ തന്നെ നിരവധി സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരാൾ സൈബർ സഖാക്കൾക്കെതിരെ സംസാരിക്കാൻ വേണ്ടി വരികയാണ്. ആദ്യം അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ ഒന്ന് പരിശോധിച്ചിട്ട് തുടങ്ങാം. 3 തവണ ജില്ലാ സെക്രട്ടറിയായി, 2 തവണ മിനിസ്റ്ററായി, 4 തവണ MLA ആയി, ജില്ലാ കൗൺസിൽ പ്രസിഡൻ്റായി, പ്രതിപക്ഷ നേതാവ് മുനിസിപ്പാലിറ്റിയിൽ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി 3 തവണ, കുട്ടനാട് താലൂക്ക് സെക്രട്ടറിയായി. ഇതൊക്കെ ഈ പോസ്റ്റിലൊക്കെ നല്ല പരിചയമല്ലേ? അപ്പം നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഈ സൈബർ പോരാളികളെ നിങ്ങൾ എന്ത് പേരിട്ടിട്ടാ വിളിക്കുക? ആൻറ്റി പാർട്ടിയാണത്. ഓ, അത്രക്ക് അങ്ങോട്ട് കടുപ്പിക്കണോ? കംപ്ലീറ്റ് ആൻറ്റി പാർട്ടി, ആൻറ്റി മാർക്സിസ്റ്റ്. വേറെ വല്ല പേരും ആക്കിക്കൂടെ? പൊളിറ്റിക്കൽ ഫാദർലെസ്നസ് മതി, പൊളിറ്റിക്കൽ മതി മതി മതി. അല്ല സഖാവേ, എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ ഈ സൈബർ ഗ്രൂപ്പ് അല്ലേ നമ്മളെ സംരക്ഷിക്കല്? സൈബർ ഗ്രൂപ്പ് അപ്പൂപ്പൻ്റെ ഗ്രൂപ്പ് മതി. അവൻ്റെയൊക്കെ അപ്പൂപ്പൻ്റെ അമ്മയ്യപ്പൻ്റെ ഗ്രൂപ്പ്. സൈബർ അങ്ങനെ ഗ്രൂപ്പ് പാർട്ടിക്കില്ല. ഈ കടന്നൽക്കൂട്ടൊക്കെ നിങ്ങൾക്ക് നേരെ വരും കേട്ടോ. അപ്പോൾ നമ്മളോട് ഏറ്റുമുട്ടാൻ വരരുത്. കേൾക്കേണ്ടവരൊക്കെ കേട്ടല്ലോ അല്ലേ? ഏറ്റുമുട്ടാൻ വന്നാല് വെറുതെ വിടൂലെന്ന്. അല്ല, ഇതിപ്പോ ആരൊക്കെ ചെയ്യണതെന്ന് വല്ല പിടുത്തവും കിട്ടിയോ? ഇതൊക്കെ ഈ അമ്പലപ്പുഴയും ചുറ്റുപാടുള്ള ഒരു 10-15 പേര് ചെയ്താന്നൊക്കെ എനിക്കറിയാം. അത് പോട്ടെ. അല്ല, ശരിക്കും ഇപ്പൊ എന്തേന്ന് പ്രശ്നം? അവിടെ മാർക്സിസ്റ്റ് പൊളിറ്റിക്സ് കോൺഗ്രസ്സുകാർക്ക് പോലും മനസ്സിലാവാത്ത ഭാഷയാണ് സംസാരിച്ചത്. അത് ശരി. എന്നിട്ട് ഇത് ആർക്കെങ്കിലും മനസ്സിലായോ? എൻ്റെ പ്രസംഗം ഫുള്ളായിട്ട് കേട്ടവരുണ്ട്. അത് യൂട്യൂബിലൊക്കെ വന്നെന്നാ പറയുന്നത്. എത്ര പേരാ കേട്ടിട്ട് എന്നെ അഭിനന്ദിക്കാത്ത ഒരാൾ പോലും ഇല്ല. അപ്പൊ സംഗതി ഏറ്റില്ലേ? അപ്പൊ നിങ്ങളോട് ഇവര് മുട്ടാൻ വന്നാൽ നിങ്ങൾ എങ്ങനെ പ്രതിരോധിക്കുക? പക്ഷെ പാർട്ടി മെമ്പറായി, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി, ഭരണഘടനയും പരിപാടി അനുസരിച്ച് ജീവിതം മുഴുവൻ ജീവിക്കും. അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഏറ്റവും വലിയ ജീവശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ സൈബർ പോരാളികളുടെ തലോടൽ വേണ്ടാത്ത സുധാകരന് എന്തൊക്കെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിട്ടാണ് ഇനി പ്രതിരോധിക്കുക എന്ന് കാത്തിരുന്ന് കാണാം.